നമസ്കാരം. സമുദ്ര മിഷൻ സംബന്ധിച്ച് പുതിയ സംസ്ഥാന ബജറ്റിൽ ഉയർന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ശരിവെക്കുന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. തുറമുഖത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ സംസ്ഥാന സർക്കാരിനോട് യാതൊരുവിധ ചർച്ചയും നടത്താതെ ഇത്തരമൊരു വലിയ നീക്കത്തിന് അദാനി കമ്പനി തയ്യാറായതിന്റെ പശ്ചാത്തലം പുതിയ ബജറ്റ് നിർദ്ദേശങ്ങളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദാനി കമ്പനി അധികൃതരുമായി അനൗപചാരികമായി ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് കേരളത്തോട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മംഗലാപുരത്ത് വെച്ച് അദാനി കമ്പനി പ്രതിനിധികളെ കാണുന്നതിനായി ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം ദുരൂഹമാണ്. കേരള സർക്കാരിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു നീക്കം അദാനി നടത്തിയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം പദ്ധതിയുടെ കൺസെഷൻ എഗ്രിമെന്റ് ക്ലോസ് 5.3 പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ സാധിക്കുകയുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ പത്രവാർത്തകൾ കാണുമ്പോൾ ഈ ഓഹരി കൈമാറ്റം ഏകദേശം നടപ്പിലായി എന്ന മട്ടിലാണുള്ളത്. ഇത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മുൻപ് വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പോർട്ടിനെ ലാൻഡ് ലോഡ് മോഡലിൽ വികസിപ്പിക്കാനാണ് നടപടി സ്വീകരിച്ചിരുന്നത്. കേരള സർക്കാർ സ്വന്തം പണം മുടക്കി പോർട്ട് നിർമ്മിക്കുകയും അതിന്റെ നടത്തിപ്പ് റവന്യൂ ഷെയർ മോഡലിൽ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയുമായിരുന്നു പദ്ധതി. എന്നാൽ അന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇത് അട്ടിമറിച്ചത്. പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ് അദാനിയുമായി ഏകപക്ഷീയമായ കരാർ ഉണ്ടാക്കിയത്. അതുപ്രകാരം തുറമുഖ നിർമ്മാണത്തിന്റെ 70% തുകയും കേരളം വഹിക്കുമ്പോൾ അദാനി കമ്പനി 30% മാത്രമാണ് മുടക്കുന്നത്. കരാർ പ്രകാരം 30 വർഷം കഴിഞ്ഞ് വരുമാന വിഹിതം കേരളത്തിന് കിട്ടിത്തുടങ്ങുമെന്നും 40 വർഷം കഴിഞ്ഞ് തുറമുഖം കേരളത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലേക്ക് വരൂ എന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. ഇടതുപക്ഷം ഈ ഉടമ്പടിയെ അന്ന് നിശിതമായി വിമർശിക്കുകയും CAG ഇത് ശരിവെക്കുകയും ചെയ്തതാണെന്നും തോമസ് ഐസക് പറയുന്നു. അദാനി മുടക്കുന്ന 30%, അതായത് 2500 കോടി രൂപയിൽ നല്ലൊരു പങ്ക് യന്ത്രങ്ങളുടെയും മറ്റും ഊതി വീർപ്പിച്ച വിലയാണെന്നും CAG നിരീക്ഷിച്ചിരുന്നു. എങ്കിലും കേസുകൾ കാരണം തുറമുഖ നിർമ്മാണം അനന്തമായി നീണ്ടുപോയാൽ വിഴിഞ്ഞം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നതിനാലാണ് 2016 LDF സർക്കാർ ഈ കരാർ തള്ളിക്കളയാതിരുന്നത്. വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ കുളച്ചിലിൽ അദാനി തന്നെ അന്ന് പുതിയ തുറമുഖത്തിന് കരാർ എടുത്തിരുന്നു എന്നതും ഓർക്കണം. UDFന്റെ അട്ടിമറി സമരങ്ങളെ നേരിട്ടാണ് LDF സർക്കാർ വിഴിഞ്ഞത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയതും 2ാം ഘട്ടം 10 വർഷത്തിനുള്ളിൽ തീർക്കാൻ നടപടിയെടുത്തതെന്നും തോമസ് ഐസക് പറയുന്നു. വിഴിഞ്ഞം ആസ്ഥാനമാക്കി വികസന കോറിഡോറിനും LDF രൂപം നൽകിയിരുന്നു. അദാനിയുമായിട്ടുള്ള നിലവിലെ കരാർ ഘടന പരിശോധിച്ചാൽ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും കേരള സർക്കാരിന്റെ വിസാൽ എന്ന പൊതുമേഖലാ സ്ഥാപനവുമാണ് PPP കരാറിലുള്ളത്. ഇതിൽ 61.5% കേരള സർക്കാരാണ് ചെലവാക്കുന്നത്. 9.6% വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗായി കേന്ദ്രം കേരളത്തിന് വായ്പ നൽകുന്ന പണമാണ്. അദാനി മുടക്കുന്നത് വെറും 28.9% മാത്രമാണ്. ഇപ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപയ്ക്ക് അദാനി കമ്പനിയുടെ 49% ഓഹരികൾ വാങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 2,497 കോടി രൂപ മാത്രം മുടക്കുന്ന അദാനി തന്റെ കമ്പനിയുടെ പകുതിയോളം ഓഹരികൾ ഇത്രയും വലിയ തുകയ്ക്ക് വിൽക്കുമ്പോൾ ഈ ഇടപാടിന്റെ വലിപ്പം വ്യക്തമാകും. ഇത് കേരളത്തിൽ നടത്തുന്ന മുതൽ മുടക്കാണെന്ന് ദേശാഭിമാനി പത്രം തെറ്റിദ്ധരിച്ചായി തോന്നുന്നുവെന്നും തോമസ് ഐസക് പറയുന്നു. ഇത് അദാനിയുടെ ഓഹരിക്ക് ലഭിക്കുന്ന വിലയാണ്. അത് പോകുന്നത് അദാനിയുടെ പോക്കറ്റിലേക്കുമാണ്. കേരളത്തിലെ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും ഇത്തരത്തിൽ കുത്തകകൾക്കും വിദേശ കമ്പനികൾക്കും കൈമാറുന്നതിനുള്ള നീക്കമല്ല ബജറ്റിലെ സമുദ്ര മിഷനിലൂടെ നടത്തുന്നതെന്ന് ഉറപ്പു പറയാൻ മുഖ്യമന്ത്രി സതീശന് സാധിക്കുമോ എന്ന് തോമസ് ഐസക് ചോദിച്ചു. കേരളത്തെ മുഴുവൻ തീരദേശ മലയോര ദേശീയപാതകളാലും ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗങ്ങളാലും ബന്ധിപ്പിച്ച് ഒരു വിജ്ഞാന തൊഴിൽ സമ്പദ്ഘടനയായി മാറ്റാനാണ് LDF ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതിനു പകരം തുറമുഖങ്ങളെ അടിസ്ഥാനമാക്കി കപ്പൽ മാർഗ്ഗേനയുള്ള കയറ്റുമതി ഘടനാ വ്യവസായങ്ങൾ സ്ഥാപിച്ച് പുതിയുഗ കേരളം സൃഷ്ടിക്കാനാണ് വി.ഡി. സതീശൻ ശ്രമിക്കുന്നത്. ഇത് ഭാവിയിൽ ഉയർത്താൻ പോകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുടെ തുടക്കമാണ് അദാനിയുടെ ഈ ഓഹരി വിൽപ്പനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.